നന്നായി ഒന്ന് കഴിച്ചു കൊടുക്കും. മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും ആദ്യ ചിത്രമാണ് പ്രേം പാറ്റ. ഞാൻ രഞ്ജനി ഹരിദാസ് ആൻഡ് ഇന്ന് ഈ മനോഹരമായ വിദ്യാരംഭത്തിന്റെ ഈ ദിവസം വളരെ സന്തോഷമായ ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. പരിചയമുള്ള എത്രയോ വണ്ടർഫുൾ ആയിട്ടുള്ള ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചെത്താൻ ഒരു കാരണമുണ്ട്. മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികൾ തല ഉയർത്തി അഭിമാനത്തോടെ നെഞ്ച് വിരിച്ച് ലോകമെമ്പാടും നടക്കുകയാണ്. ബിക്കോസ് മലയാളം സിനിമ ഈസ് മേക്കിംഗ് അസ് പ്രൗഡ് അല്ലേ. അങ്ങനത്തെ അമേസിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവ് absolutely spectacular movies ആയിട്ടാണ് നമ്മളുടെ ഈ വണ്ടർഫുൾ ആൾക്കാർ എത്തുന്നത്, ഈ ക്രിയേറ്റീവ് സോൾസ് എത്തുന്നത്, മലയാളം സിനിമ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാവാൻ അതിൻ്റെ ഒരു വണ്ടർഫുൾ അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൂട്ടാൻ വേണ്ടി we have yet another great thing happening. ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിൽ കാലെടുത്ത് വെക്കുകയാണ്. ആൻഡ് മലയാള സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കുറേ നല്ല നല്ല സിനിമകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നതും. ഏറ്റവും വലിയ ആഗ്രഹം ഇവരുടെ എന്ന് പറയുന്നത് നല്ല സിനിമകൾ ചെയ്യുക. ഇൻഫാക്ട് ഏറ്റവും നല്ല സിനിമകൾ കണ്ട് ശീലിച്ച ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. വി ആർ ദ ബെസ്റ്റ് ഓഡിയൻസ് ടു ജഡ്ജ് എ ഗുഡ് ഫിലിം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഈ പ്രൊഡക്ഷൻ കമ്പനി എത്തുമ്പോൾ ചുമ്മാ അവരുടെ ലോഞ്ച് മാത്രം ചെയ്തല്ല അവർ വരുന്നത്, ഒരു സിനിമ കൂടെ അവർ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. സോ ടുഡേ വി ഹാവ് ദ ലോഞ്ച് ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി, അതിൻ്റെ കൂടെ തന്നെ ദി അനൗൺസ്മെന്റ് ഓഫ് ദെയർ ഫസ്റ്റ് ഫിലിം. സോ ഒരു ഡബിൾ ധമാക്കയാണ്. നല്ലൊരു കൈയടി തന്നെ ഈ ഒരു അവസരത്തിൽ വേണം. ബിക്കോസ് അവരുടെ ആഗ്രഹം ഈ ഒരു ഹിസ്റ്റോറിക്കലായ ഒരു ദിവസമായി മാറും. മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായ ഒരു ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായി മാറും നമ്മുടെ മാജിക് ഫ്രെയിംസ് പോലെ അല്ല ലിസ്റ്റിൻ. ഡെഫിനറ്റ്ലി പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല, അതൊരു വലിയ സംഭവം തന്നെയാണ്. ബിക്കോസ് നമുക്കറിയാം ചിലപ്പം എല്ലാം നന്നായി നടന്നാൽ ഗ്രേറ്റ്, നന്നായി നടന്നില്ലെങ്കിൽ നോട്ട് സോ ഗ്രേറ്റ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാം. അതിനെ പറ്റിയ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഇവിടെയുണ്ട്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി മലയാള സിനിമയിലേക്ക് എത്തിക്കുന്ന ആളെയാണ് ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൾ ഓഫ് ദ പ്രൊഡക്ഷൻ കമ്പനി. നമ്മുടെ പ്രൊഡ്യൂസറായ ദ വണ്ടർഫുൾ ആമിർ പള്ളിക്കലാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആമിറിന് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ നൽകേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ള എല്ലാവർക്കും ആമിറിനെ പരിചയമുണ്ട്. പക്ഷേ ഒരു ഡയറക്ടറായിട്ടാണ് നമ്മുടെ മുന്നിൽ ആമിർ ആദ്യം എത്തിയത്. ആയിഷ എന്ന ചിത്രം അല്ലേ, മഞ്ജു വാര്യറിന്റെ അബ്സല്യൂട്ട്ലി സ്പെക്ടാക്കുലർ ആയ ഒരു പെർഫോമൻസ് ആണ് ആയിഷ എന്ന ചിത്രത്തിലൂടെ അവർ നമുക്ക് സംഭാവന ചെയ്തത്, കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഇറ്റ് വാസ് വെരി വെരി വെൽ റിസീവ്ഡ് ആൻഡ് വെൽ അക്ലെയിംഡ്. അതിനുശേഷം ED അതുപോലത്തെ ഒരു സിനിമയിൽ സുരാജേട്ടൻ്റെ ബ്രില്യൻ്റ് ആയ പെർഫോമൻസും വളരെ വലിയ രീതിയിൽ അംഗീകാരം കേട്ട ഒരു പെർഫോമൻസ് ആണ്. ആൻഡ് ഈ രണ്ട് സിനിമയുടെ ഡയറക്ഷന് ശേഷം ആമർ എടുക്കുന്ന പുതിയ ഒരു ചുവട്, ഒരു പ്രൊഡക്ഷൻ കമ്പനി നമ്മളുടെ മുന്നിൽ കൊണ്ടുവരിക. വെൽ, ഇറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. Can we give him a loud round of applause for doing this? സോ സമയം കളയാതെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനീൻ്റെ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനെ ലോഞ്ച് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഒരാളെ തന്നെ നമ്മളുടെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് മറ്റാരുമല്ല, 2011 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിയുമായി എത്തി. അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ മലയാളത്തിലായാലും തമിഴിലായാലും മറ്റു ഭാഷയിലായാലും എത്രയോ സൂപ്പർ ഹിറ്റ് movies has been produced by this company, distributed by this company, and our experience in Shasham in the Kerala Film Producers Association as Secretary, Kerala Film Distributors Association President. I'm talking about the man behind Magic Frames. Ladies and gentlemen, let's give it up for producer and distributor Liston Stephen. Swagatham Liston. Sugano. ഓക്കെ, അപ്പം ഒരു തലതൊട്ടപ്പം എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ലിസ്റ്റിനെ വിളിക്കാം അല്ലേ. അധികം പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ക്ലോസ് ടു 24-25 ഇയേഴ്സ് ആയി ഒരു പ്രൊഡ്യൂസർ എന്ന രൂപത്തിലും ഭാവത്തിലും ലിസ്റ്റിൻ. അപ്പോൾ ആമിർ ഒരു പ്രൊഡ്യൂസർ, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവിടെ തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ലോഞ്ച് ചെയ്യാൻ വി ഹാവ് ലിസ്റ്റിൻ. Can I please have the remote please? ഇവിടെ ഉണ്ടോ? വെരി ഗുഡ്. ലിസ്റ്റിൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതങ്ങ് ലോഞ്ച് ചെയ്തോളൂ. നല്ലൊരു ഐഡിയ ആവാം. ഇതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല, ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് പോലും അറിയില്ല. നമുക്ക് നോക്കാം.
ഔട്ട്സൈഡേഴ്സ്. യെസ്, സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നാണ് നമ്മളുടെ ആമിർ പള്ളിക്കലിന്റെ ഈ ഒരു മൂവി പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ ആമിർ ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊണ്ട് തന്നത്. നേരെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരു ഏലിയൻ ഒക്കെ ഇറങ്ങി വരേണ്ടി വന്നു. എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റർവെൻഷൻ ആയിരുന്നു. അതുകൊണ്ടാണോ സ്റ്റുഡിയോ ഔട്ട്സൈഡർ എന്ന പേര് എന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ലിസ്റ്റൻ, ഇഫ് യു കുഡ് പ്ലീസ് കം ഫോർവേഡ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കിടാണ്. അപ്പം തന്നെ ഫസ്റ്റ് ലിസ്റ്റിന് എൻ്റെ പേപ്പറിൽ ലിസ്റ്റിൻ്റെ പേരാണ്, ഞാൻ ലിസ്റ്റിൻ്റെ പേര് ചോദിക്കേണ്ടി വരും. ലിസ്റ്റൻ സ്റ്റീഫൻ. ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമയിലേക്ക് ഒരു പുതിയ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി കടന്നു വരികയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആമീർ. ആമീർ ഒരു കഴിഞ്ഞ പടം ആമീറിൻ്റെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പത്തുള്ള പടം ഞാനാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ആമീറിനോട് ആദ്യം സംസാരിക്കാനായിട്ട് പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഞാൻ ആ സൗണ്ട് ബോക്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ സ്റ്റീഫൻ്റെ മ്യൂസിക്കിൻ്റെ ഫുൾ എന്താ സൗണ്ടുകൾ എനിക്ക് ആവാഹിക്കാനായിട്ട് പറ്റി. എൻ്റെ ശരീരത്തിലേക്ക് കയറിയിട്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിലിരുന്നുകൊണ്ടിട്ട് ഷിവറിങ് ആയി. അത്രയും മ്യൂസിക്. അതെ 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 അപ്പോൾ അതുകൊണ്ടിട്ട് അതോടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. സിനിമയെ സംബന്ധിച്ച് സിനിമ പ്രൊഡക്ഷനാണ് ഏറ്റവും റിസ്ക്കുള്ളൊരു ഫീൽഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മുടെ ഒരു കൺട്രോളിലല്ല ആക്ച്വലി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാലോ, അല്ലെങ്കിൽ ഒരു ഹർത്താൽ വന്നാലോ, അല്ലെങ്കിൽ ഒരു മഴ വന്നാലോ ഒക്കെ ബാധിക്കുന്നത് പ്രൊഡ്യൂസറെയാണ്. അപ്പം അതുകൊണ്ടിട്ട് ഒരു ചലഞ്ചാണ് എടുത്തേക്കുന്നത്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ പ്രൊഡ്യൂസറൂടെ ആയിട്ട് ആമീർ മാറിയിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ റിസ്ക്കാണ്. എങ്കിലും ഈ റിസ്കിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം മലയാള സിനിമയിൽ 2011 ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ ഞാൻ എന്താണോ ഇന്ന് ഞാനൊരു 40-50 തിയേറ്റർ റൺ ചെയ്യുന്ന ഒരാളോടെ ആയിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമ തന്നത് മാത്രമാണ്. ഇപ്പോൾ ഒരു 10-200 ഫിലിം സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്, സിഫ എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡിയോയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നത് എന്നെ സംബന്ധിച്ച് ഞാനൊരു നടനല്ല, ഒരു ഡയറക്ടർ അല്ലാത്തതുകൊണ്ടിട്ട് ഇതെല്ലാം തന്നത് പ്രൊഡക്ഷൻ ഹൗസാണ്, എൻ്റെ ബാനറാണ് എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്ന് ഇറങ്ങിയ കാന്താര ഉൾപ്പെടെ ഇന്നിപ്പോൾ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു തിയേറ്റർ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതും ഒരു നല്ല ദിവസം ആയതുകൊണ്ടിട്ടാണ് ഇന്നത് ആരംഭിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ പൃഥ്വിരാജിനോട് വിളിച്ചു പറഞ്ഞിട്ട് കേരളത്തിൽ 50 സ്ക്രീനും കൂടെ ഇപ്പോൾ കൂട്ടിയതേ ഉള്ളൂ. കാരണം അത്ര വലിയ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് കാന്താര എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം സംഭവിക്കുകയാണ്. അമീറിൻ്റെ ഈ പുതിയ പ്രൊഡക്ഷൻ ഹൗസും ഇന്ന് സംഭവിക്കുകയാണ്. അപ്പം ഇതും ഈ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് വരുന്ന സിനിമയും കാന്താര പോലെ ഒരു വലിയ വിജയമായ ഒരു സിനിമ ഉണ്ടാവട്ടെ, സിനിമയിൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടട്ടെ എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മെമ്പർ ആണുള്ള അതിൻ്റെ ചാർജസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. മെമ്പർഷിപ്പ് ഫീ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ അസോസിയേഷനിൽ നിന്ന് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ടുള്ള അമീറിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വെൽക്കം ടു ദ ഫിലിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസർ അസോസിയേഷൻ. That is so wonderful. I mean, definitely നിങ്ങൾ കൂട്ടുകാരാണ് എന്ന് വളരെ എവിഡന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിൻ വന്നത്. പക്ഷെ ലിസ്റ്റിൻ ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സ്ഥാപകനാണല്ലോ. അതുകൊണ്ടാണോ ചെവി പൊട്ടിച്ച് കൊല്ലാൻ നോക്കിയത്? അമറെ, ഐ എം ജോക്കിംഗ്. ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്ന് പറഞ്ഞ ആ ഏലിയന് സൈക്കോ എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. സൈക്കോ ആണ് നമുക്ക് വേണ്ടി സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആമിർ പള്ളിക്കലാണ് പ്രൊഡ്യൂസറായി കാലെടുത്ത് വെക്കുന്നത്. ഇനി ആമിർ പറയൂ, ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് യുവർ ലോഞ്ച് ടുഡേ? എല്ലാവർക്കും നമസ്കാരം. ആദ്യം താങ്ക് യു ലിസ്റ്റിൻ. ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എൻ്റെ അടുത്ത് നേരത്തെ അവിടെ ഇരിക്കുമ്പോൾ ലിസ്റ്റിൻ ചോദിച്ചു, അതായത് ഞാൻ ചെയ്യണം എന്താ, ഞാൻ വേറെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഹൗസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സിനിമയുടെ ലോഞ്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് മാത്രമല്ല, ഞാൻ ഇപ്പം നേരത്തെ ലിസ്റ്റിൻ തന്നെ പറഞ്ഞു, എൻ്റെ ആദ്യ സിനിമ ആയിഷ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ലിസ്റ്റിനാണ്.
കഴിഞ്ഞ സിനിമ എൻ്റെ ഈ എക്സ്ട്രാ ഡീസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ലിസ്റ്റിനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസറുടെ മുന്നിൽ പോയി കഥ പറയുന്നത് ലിസ്റ്റിൻ്റെ അടുത്താണ്. ഒരു 5-6 വർഷം മുമ്പായിരുന്നു അത്. അന്ന് പക്ഷെ അത് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ഉള്ളത് എല്ലാം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ചാത്തൻ്റെ കാലമാണല്ലോ. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ സമയത്തും ചാത്തനായി ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഈ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കപ്പുറത്തേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും, അതിന് ഔപചാരികത ആവശ്യമില്ല എന്നറിയാം, എങ്കിലും സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും, ഈ മുന്നിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ മീഡിയ പേഴ്സൺസ്, നമ്മുടെ കുടുംബം, ഫാമിലി, മറ്റ് ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ, കൊച്ചിയിലുള്ളവർ, നാട്ടിൽ നിന്ന് വന്നവർ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ പേരിൽ. സാധാരണ കുറേ സംസാരിക്കുന്നില്ല. നമുക്ക് ഇങ്ങനൊരു പ്രൊഡക്ഷൻ ഹൗസ് വരിക എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പണിയാണെന്ന് അറിയാം. സംവിധാനം തന്നെ വലിയൊരു മല ചുമന്നു കൊണ്ടുപോകുന്ന പണിയാണ്. അതിൻ്റെ കൂടെ ഇതുകൂടി ആവുക എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ 2 സിനിമയാണ് ചെയ്തത്. ആദ്യ സിനിമയുടെ പ്രൊഡ്യൂസർ സക്കരിയ ആയിരുന്നു. സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സക്കരിയ ആയിരുന്നു എൻ്റെ ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. 2ാം സിനിമ എല്ലാവർക്കും അറിയുന്ന ലിസ്റ്റിനായിരുന്നു. എനിക്ക് ആദ്യ സിനിമയെ ഞാൻ ഒരു ആദ്യ സിനിമയുടെ ഒരു സംവിധായകൻ നേരിടേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും എന്ന് വെച്ചാൽ അതിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ എന്തായാലും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതിനേക്കാളും കൂളായിട്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമ ചെയ്തത്. മാജിക് ഫ്രെയിംസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള എല്ലാ സന്തോഷവും സമാധാനവും ഞാൻ ആ സിനിമയിലും അനുഭവിച്ചിരുന്നു. അപ്പോൾ 3ാമത്തെ ഒരു സിനിമയിലേക്ക് ഞാൻ എത്തുമ്പോൾ എന്തുകൊണ്ട് പ്രൊഡക്ഷനിലേക്ക് കടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എല്ലാം പഠിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ നട്ടല്ലായി, ബാക്ക് ബോണായി കൂടെ നിൽക്കാൻ ആളുണ്ട് എങ്കിൽ നമുക്കൊന്ന് ഒരു റിസ്ക് തന്നെയാണ് എല്ലാവർക്കും ഒരു റിസ്ക് എടുത്ത് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിലേക്ക്, പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള കാരണം. പിന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള, അത്രയും ഉറപ്പുള്ളൊരു പ്രണയ കഥയാണ്, ഒരു ക്യാമ്പസ് ചിത്രമാണ്. സാധാരണ മലയാളത്തിൽ ക്യാമ്പസ് ചിത്രങ്ങൾ, പ്രണയ സിനിമകൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇത് കയ്യും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണുള്ളത്. അതാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധൈര്യം. പിന്നെ എക്കാലത്തും എൻ്റെ സിനിമയുടെ സ്വപ്നങ്ങൾക്കൊപ്പം എല്ലാ അർത്ഥത്തിലും എൻ്റെ കൂടെ നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് മന്മഥേട്ടനാണ്. മന്മഥേട്ടൻ ഇവിടെയാണ്. മന്മഥൻ ഒന്ന് വരുമോ പ്ലീസ്? മന്മഥേട്ടൻ ആണ് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ബാക്ക് ബോർഡ്. അപ്പോൾ ബഹ്റൈനിൽ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ലാൻഡ് ചെയ്തതേ ഉള്ളൂ. മന്മഥേട്ടൻ വന്നതുപോലെ തിരിച്ച് പോവുകയും ചെയ്യും. അതിനിടയിൽ മന്മഥേട്ടനും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു ബോൺ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു. ഇതായിരുന്നു ബാക്ക് ബോൺ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് അത്രയെങ്കിലും നമ്മൾ പറയണ്ടേ. അപ്പോൾ അത് ബാക്ക് ബോണും എല്ലാ ബോണും. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഏറ്റവും നല്ല രീതിയിൽ ഉള്ള ഒരു സിനിമയായിരിക്കും. മാത്രമല്ല ഈ സിനിമയുടെ മറ്റു വിവരങ്ങളെല്ലാം വൈകി പറയാനുള്ള ആളുടെ ആ പണി ഞാൻ എടുക്കുന്നില്ല. അതെ, കുറേ ഉണ്ട് പറയാൻ. കുറച്ച് സഹായിച്ചാൽ ഞാൻ ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഓക്കെ, സോ നൗ ആമിർ പള്ളിക്കൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറായി കാലത്ത് വെച്ചു സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ലോഞ്ച് ലിസ്റ്റ് ഇവിടെ നടത്തി. അപ്പം ഇനി നമുക്ക് ആ സിനിമയും കൂടി അങ്ങ് അനൗൺസ് ചെയ്താലോ? ഷാൽ വി നോട്ട് വേസ്റ്റ് എനി ടൈം? ലെറ്റ്സ് നോട്ട് വേസ്റ്റ് എനി ടൈം. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ആദ്യത്തെ ചിത്രം നമ്മളിവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. വി ഗോട്ട് ദ ഡയറക്ടർ ഹിയർ. Yes, exactly. തീർച്ചയായിട്ടും നമ്മുടെ ഡയറക്ടർ ആൻഡ് നമ്മുടെ പ്രൊഡ്യൂസർ ഇവിടെയുണ്ട്. അപ്പം ഈ ഒരു സിനിമ അതിൻ്റെ റൈറ്ററിനെയും കൂടെ വേദിയിലേക്ക് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഇതിൻ്റെ റൈറ്റർ എനിക്ക് വളരെ ഫെമിലറായ ഒരു വ്യക്തി കൂടിയാണ്. ഹീസ് എ ഗ്രേറ്റ് റൈറ്റർ. വളരെ ചെറിയ കാലം മുതൽ ചെറിയ സ്റ്റോറീസും കഥകളും നോവലുകളും ഒക്കെ എഴുതി എല്ലാം വളരെ വലിയ ബെസ്റ്റ് സെല്ലേഴ്സായി മാറിയ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. വെരി ലവിങ്, സ്വീറ്റ്, ഹംബിൾ മാൻ. ആൻഡ് വാട്ട് മേക്സ് ഹിം ഈവൻ മോർ സ്പെഷ്യൽ ഇസ് ആദ്യത്തെ ബുക്കൊക്കെ എഴുതി 17 വയസ്സിലാണ്. ഡിഫറെൻറ്റ് ജോണേഴ്സിൽ എഴുതും, ഹൃദയം തൊട്ടുന്ന രീതിയിൽ എഴുതും. ആൻഡ് ഹീസ് അബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ വി ആർ വെരി എക്സൈറ്റഡ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും നോവലുകളും ബെസ്റ്റ് സെല്ലേഴ്സ് ആയ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥകളും വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് വേദിയിലേക്ക് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം നോവലിസ്റ്റ് ആൻഡ് റൈറ്റർ, ഞാൻ സ്നേഹത്തോടെ LK എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ലിജീഷ് കുമാർ. വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇതാണ് നമ്മളുടെ അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് ചിത്രത്തിൻ്റെ റൈറ്റർ. സോ ആർ യു ഗൈസ് റെഡി? നമുക്ക് സിനിമ ലോഞ്ചിലേക്ക് കിടക്കാം. നല്ലൊരു കൈഡിയോടെ ഷാൽ വി ഡു ഇറ്റ്? ലിസ്റ്റിംഗ് തന്നെ ലോഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാവരും ഇവിടെ വരണം കേട്ടോ, അല്ലെങ്കിൽ
Okay, let's go. Let's go. ഒന്ന് കൈയടിച്ചിട്ടെ. Yeah, here we go. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് അവതരിപ്പിക്കുന്നു പ്രേം പാറ്റ. നന്നായി ഒന്ന് കൈയടിച്ചു കൊടുക്കും. മലയാള സിനിമയിലേക്ക് എത്താൻ പോകുന്ന പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഏറ്റവും ആദ്യ ചിത്രമാണ് പ്രേം